തിയറി ഓഫ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി എന്നുള്ള വേർഡ് നമുക്ക് വളരെ ഫെമിലിയർ ആണ്. ഒരുപക്ഷെ ഈ പറയുന്ന അല്ലെങ്കിൽ നിങ്ങളിനി പഠിക്കാൻ പോകുന്ന ചില ഭാഗങ്ങളെങ്കിലും ഒരുപക്ഷെ നിങ്ങൾ +2 ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ എന്തായാലും നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. Probability. The word probability, chance, is commonly used in our day-to-day conversations. For example, we make statements like possibly it may rain tomorrow, it is likely that he may get a job, etc. So ആ ഫസ്റ്റ് 3 ലൈനിൽ തന്നെ പ്രോബബിലിറ്റിയുടെ വേർഡ് മീനിങ് എന്താണെന്നുള്ളതുണ്ട്. പ്രോബബിലിറ്റി സിംപ്ലി ചാൻസ് ആണ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ഡേ ടു ഡേ കോൺവെർസേഷൻസിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു ഇവൻറ്റിനെ പറ്റി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ പറയാറുണ്ട്. പല രീതിയിൽ നമ്മൾ സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യാറുണ്ട്. സോ ഇംഗ്ലീഷിൽ നമ്മൾ പറയാറുണ്ട്, ഇപ്പം മഴ പെയ്യാൻ സാധ്യതയുണ്ട്, ഇറ്റ് മേ റെയിൻ ടുഡേ ഓർ ടുമോറോ, ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നാളെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് ഹി മേ ഗെറ്റ് എ ജോബ്, അവനൊരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി ഇത് സംഭവിക്കുമോ എന്നുള്ളത് അറിയില്ല. ബട്ട് എനിവേ വി ആർ ഹോപ്പിംഗ് ദാറ്റ് ഇറ്റ് ഈസ് ലൈക്ലി ടു ഹാപ്പൻ. അത് നടക്കാനൊരു സാധ്യത നമ്മൾ കാണുന്നു, പക്ഷേ എക്സാക്ട്ലി നമുക്കറിയില്ല അത് നടക്കില്ല എന്നുള്ളത്. സോ അത്തരത്തിലുള്ളൊരു സിറ്റുവേഷനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. സോ വേർഡ് മീനിങ് എന്താണ്? പ്രോബബിലിറ്റിയുടെ ചാൻസ് ആണ്, സാധ്യത എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. The words possibly, likely, etc. convey the sense that there is uncertainty about the happening of the event. Such problems in which event is not certain to happen are the problems of probability. So ഇതിൽ വേർഡ് യൂസ് ചെയ്തിട്ടുള്ള certain words, certain phrases. ഇപ്പം ഫോർ എക്സാമ്പിൾ പോസിബിളി, ലൈക്ലി എന്നൊക്കെ പറയുന്നത് ഒരു പർട്ടിക്കുലർ ഇവൻ്റ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നടക്കാൻ സാധ്യതയുള്ളതാണ് അല്ലെങ്കിൽ സാധ്യത കാണിക്കുന്ന വേർഡ്സാണ് ഇതൊക്കെ. സോ എല്ലായ്പ്പോഴും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അതായത് എക്സാക്ട്ലി ഒരു ഇവൻ്റ് സംഭവിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് വ്യക്തമായ ധാരണയില്ല. Such problems in which event is not certain to happen are the problems of probability. So events സംഭവിക്കാൻ സർട്ടനിറ്റി അല്ലെങ്കിൽ എത്രത്തോളം ഉറപ്പുണ്ട് എന്നുള്ളതിനെ പറ്റി നമുക്ക് വ്യക്തമായ ധാരണയില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മൾ ഫേസ് ചെയ്യുന്നത് പ്രോബ്ലംസ് ഓഫ് പ്രോബബിലിറ്റി ആണ് അല്ലെങ്കിൽ പ്രോബ്ലം ഓഫ് പ്രോബബിലിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. ഫോർ എക്സാമ്പിൾ വെൻ വി ടോസ് എ കോയിൻ. ഇനി ഇതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് ഒരു കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റ് എങ്ങനെയാണെന്നുള്ളത്. പലപ്പോഴും നമ്മൾ കോയിൻ ടോസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഡിസിഷൻ എടുക്കണം, പക്ഷേ നമുക്ക് വ്യക്തമായിട്ട് ഉറപ്പില്ല. അല്ലെങ്കിൽ നിങ്ങളൊരു സിനിമ കാണാൻ പോകണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ 2 സിനിമകളുണ്ട്, പക്ഷെ നമ്മൾ ഉറപ്പിച്ചിട്ടില്ല ഏതിന് പോകണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു കോയിൻ ടോസ് ചെയ്ത് നോക്കുകയാണ്. അത് നമ്മൾ അസൈൻ ചെയ്യുന്നു. ഹെഡ് വീണാൽ ഇന്ന സിനിമയായിരിക്കും, ടൈൽ വീണാൽ ഇന്ന സിനിമയായിരിക്കും. സോ അതിനനുസരിച്ച് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നു. എന്തായാലും കോയിൻ ടോസിങ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്
പ്രോബബിലിറ്റി ഒരു ക്ലാസിക് എക്സാമ്പിളാണ്. അപ്പോൾ നമുക്കറിയാം കോയിൻ ടോസ് ചെയ്യുമ്പോൾ 2 സാധ്യതകളാണുള്ളത്. ഒന്നെങ്കിൽ ടെയിൽ വീഴാം, അതല്ലെങ്കിൽ ഹെഡ് വീഴാം. 2 ഫേസസ് ആണുള്ളത്, ടെയിൽ ആൻഡ് ഹെഡ്. സോ എക്സാക്ട്ലി ടെയിൽ വീഴുമോ ഹെഡ് വീഴുമോ എന്നുള്ളതിനെ പറ്റി നമുക്ക് വ്യക്തമായ ധാരണയില്ല. പക്ഷെ നമുക്കറിയാം എന്തൊക്കെ ഔട്ട്കംസ് ആണ് വരിക എന്നുള്ളത്. റിസൾട്ട് എന്തായിരിക്കും, ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. പക്ഷേ എപ്പോൾ ഹെഡ് കിട്ടും എപ്പോൾ ടെയിൽ കിട്ടും എന്നതിനെ പറ്റി നമുക്ക് വ്യക്തമായ ധാരണയില്ല. സോ അതുകൊണ്ട് നമുക്ക് പറയാം ഇത് is a classic example of defining probability. In these kinds of problems, we can only make predictions. While making predictions about the occurrence of uncertain events, we work out the amount of likelihood of occurrence of these events, that is probability. So ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പ്രഡിക്ഷൻസ് ആണ് നടത്തുക, പ്രവചനങ്ങൾ നടത്തുന്നു. While making predictions about occurrence of uncertain events, അതായത് നമുക്ക് നടക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ നടക്കും എന്ന് ഉറപ്പില്ലാത്ത ഇവൻറ്റ്സ്, അതിനെ പറ്റിയുള്ള പ്രൊഡിക്ഷൻസ് നടത്തുമ്പോൾ നമ്മൾ ആ പർട്ടിക്കുലർ ഇവൻ്റ് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സിറ്റുവേഷൻ നടക്കാൻ ആവശ്യമായിട്ടുള്ള സാധ്യത എത്രയാണെന്ന് അസോസിയേറ്റ് ചെയ്ത് പറയുന്നു. സോ ഇതിനാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ്സ് ആക്ച്വലി എ നമ്പർ. അപ്പം പ്രോബബിലിറ്റി ഇപ്പം നേരത്തെ പറഞ്ഞു കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റ് എന്നൊക്കെ കഴിഞ്ഞാൽ നമുക്കറിയാം 2 ഇവൻറ്റ്സ് ആണ്, ഒന്ന് ടെയിൽ അല്ലെങ്കിൽ ഹെഡ്. അപ്പോൾ ടോട്ടൽ 2 സാധ്യതകളാണ്, അതായത് ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. അപ്പം നമ്മളോട് ചോദിക്കുകയാണ് എക്സാക്ട്ലി ടെയിൽ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? നമുക്ക് പറയാം 1/2 ആണ്. കാരണം ടോട്ടൽ 2 ഇവൻറ്റ്സ് ആണുള്ളത്, അതിൽ ഏതെങ്കിലും ഒന്ന് നടക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ 1/2 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആകെ 2, അതിലേതെങ്കിലും ഒന്ന് നടക്കാനുള്ള സാധ്യത 1, അപ്പം 1/2. The probability of a given event may be defined as a numerical value given to the likelihood of occurrence of that event. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഇവൻ്റ് സംഭവിക്കാനുള്ള ആ ചാൻസ് നമ്മൾ ഒരു നമ്പറിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അത് പ്രോബബിലിറ്റി ആണ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ നമ്പർ ലൈങ് ബിറ്റ്വീൻ 0 and 1. 0ക്കും 1ൻ്റെയും ഇടയിൽ കിടക്കുന്ന ഒരു നമ്പറാണ്. ഇനി 0യും 1ൻ്റെയും പ്രത്യേകത എന്താ? പ്രോബബിലിറ്റി 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇവൻ്റ് ഒട്ടും നടക്കില്ല എന്നാണ് അർത്ഥം. പ്രോബബിലിറ്റി 1 എന്ന് പറയുകയാണെങ്കിലോ ആ ഇവൻ്റ് എന്തായാലും സംഭവിച്ചിരിക്കും. 0 is for an event which cannot occur and 1 for an event certain to occur. Okay. When the occurrence of an event is uncertain, probability is a number between 0 and 1. ഈ 2 സാധ്യതകളല്ലാതെ, അതായത് എക്സാക്ട്ലി സംഭവിക്കും അതല്ലെങ്കിൽ ഒട്ടും സംഭവിക്കില്ല, ഇവയ്ക്കിടയിലാണെന്നുണ്ടെങ്കിൽ അവയുടെ വാല്യൂ will be between 0 and 1. Okay. When we toss a coin, the event of getting a head is uncertain, so its probability is neither 0 nor 1 but between the two. സോ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റിൽ ഹെഡ് കിട്ടാം, ടെയിൽ കിട്ടാം. സോ നമുക്ക് എക്സാക്ട്ലി പറയാൻ കഴിയില്ല എപ്പോഴാണ് ഹെഡ് കിട്ടുക എപ്പോഴാണ് ടെയിൽ കിട്ടുക. സോ ഇറ്റ്സ് പ്രോബബിലിറ്റി ഈസ് നെയ്തർ 0 nor 1. സോ നമുക്ക് പറയാൻ പറ്റില്ല ഹെഡ് കിട്ടാനുള്ള സാധ്യത 0 ആണ്, ടെയിൽ കിട്ടാനുള്ള സാധ്യത 1 ആണ് എന്നൊന്നും പറയാൻ കഴിയില്ല. സോ ബിറ്റ്വീൻ 0 and 1 ഒരു നമ്പർ ആയിരിക്കും. സിൻസ് ദ ലൈക്ലിഹുഡ് ഓഫ് ഒക്കറൻസ് ഓഫ് ദി head is as much as it is not occurring, we can predict the occurrence of the head with 50% confidence only. Therefore, probability for getting head equal to 1/2. സോ ഇവിടെ ഹെഡ് കിട്ടാനുള്ള സാധ്യതയും
ഹെഡ് കിട്ടാതിരിക്കാനുള്ള സാധ്യതയും സെയിം ആണ്. സോ അതുകൊണ്ട് നമുക്കറിയാം 50% ചാൻസാണ് ഇത് സംഭവിക്കാനുള്ളത്. സോ അതുകൊണ്ട് തന്നെ പ്രോബിലിറ്റി ഫോർ ഗെറ്റിംഗ് എ ഹെഡ് എന്നുള്ളത് 1/2 എന്നുള്ള രീതിയിൽ പറയാം. ഈ റാൻഡം എക്സ്പെരിമെൻ്റ് എന്താണ്? An experiment that has 2 or more outcomes which vary in an unpredictable manner from trial to trial when conducted in uniform conditions is called a random experiment. Random experiment എന്ന് പറഞ്ഞാൽ an experiment that has 2 or more outcomes, രണ്ടിൽ കൂടുതൽ ഔട്ട്കംസ് ഉണ്ടായിരിക്കാം, which vary in an unpredictable manner, അതിൽ ഏത് സംഭവിക്കും എന്നുള്ളതിനെ നമുക്ക് എക്സാക്റ്റ് പറയാൻ കഴിയാതിരിക്കാം ഓരോ ട്രയൽ നടത്തുമ്പോഴും. അതായത് ഇപ്പം കോയിൻ ടോസിങ് എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ റാൻഡം എക്സ്പെരിമെൻ്റ് ആണ്. അപ്പം നമുക്ക് 2 ഔട്ട്കംസ് ആണുള്ളത്. നമുക്കറിയാം ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. പക്ഷെ ഓരോ തവണ നമ്മൾ കോയിൻ ടോസ് ചെയ്യുമ്പോഴും അതിന് നമ്മൾ ട്രയൽ എന്ന് പറയാം. ഓരോ തവണ നമ്മൾ കോയിൻ ടോസ് ചെയ്യുമ്പോഴും നമുക്ക് എക്സാക്ട്ലി അറിയില്ല ഏതാണ് ടെയിൽ കിട്ടുന്നത് ഏതാണ് ഹെഡ് കിട്ടുന്നത് എന്നുള്ളത്. സോ ഔട്ട്കംസ് മേ വാരി ഇൻ അൺപ്രഡിക്റ്റബിൾ മാനർ. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഔട്ട്കംസ് മാറിക്കൊണ്ടിരിക്കും. സോ ദിസ് ഈസ് called a random experiment. In a random experiment, all the possible outcomes are known in advance, but none of the outcomes can be predicted with certainty. അപ്പോൾ നമുക്ക് ടോട്ടൽ ഔട്ട്കംസ് അറിയാം, പക്ഷേ ഏതെപ്പോൾ സംഭവിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് യാതൊരു ധാരണയില്ല. The tossing of a coin is a random experiment since it has 2 specified outcomes, head and tail, but we are uncertain whether head will turn tail or not when the coin is tossed. 2 സ്പെസിഫൈഡ് ഔട്ട്കംസ് ഉണ്ട്, പക്ഷെ ഏത് എപ്പോൾ സംഭവിക്കും എന്നുള്ളതിനെ പറ്റി നമുക്കറിയില്ല എന്നുള്ള. ഇനി അതുപോലെ തന്നെയാണ് ഡൈസ്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ഡൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 6 ഫേസുള്ള ഡൈസ് എന്ന് പറയുന്നത്. ത്രോയിങ് എ ഡൈ ഈസ് അനദർ എക്സാമ്പിൾ ഓഫ് റാൻഡം എക്സ്പെരിമെൻറ്റ്. റാൻഡം എക്സ്പെരിമെൻറ്റിന് മറ്റൊരു എക്സാമ്പിളാണ് ഒരു ഡൈ ത്രോ ചെയ്യുക എന്ന് പറയുന്നത്. When we throw a die, the possible results are 1, 2, 3, 4, 5, 6. It is not possible to predict which of these will occur. അപ്പോൾ നമുക്കറിയാം 6 ഫേസസ് ഇപ്പോൾ നമ്മൾ നമ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ തവണ ഡൈ ത്രോ ചെയ്യുമ്പോഴും എക്സാക്ട്ലി ഏത് കിട്ടും എന്നുള്ളതിനെ പറ്റി നമുക്ക് യാതൊരു ധാരണയില്ല. പക്ഷേ നമുക്കറിയാം 1, 2, 3, 4, 5, 6 ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതാണ് ത്രോയിങ് അല്ലെങ്കിൽ ഡൈ ത്രോ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. സോ അങ്ങനെയാണ് റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ്. ഇറ്റ് ഹാസ് മോർ ദാൻ 1 ഔട്ട്കം. ഒന്നിൽ കൂടുതൽ ഔട്ട്കം ഉണ്ടായിരിക്കും. ഔട്ട്കംസ് അൺപ്രെഡിക്റ്റബിൾ ആയിരിക്കും. എക്സ്പെരിമെൻറ്റ് ഈസ് റിപ്പീറ്റബിൾ. എത്ര തവണ വേണമെങ്കിലും നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഇനി സാമ്പിൾ പോയിൻറ്റ്. എവറി ഇൻഡീകമ്പോസിബിൾ ഔട്ട്കം ഓഫ് റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് കോൾഡ് സാമ്പിൾ പോയിൻറ്റ് ഓഫ് ദാറ്റ് റാൻഡം എക്സ്പെരിമെൻറ്റ്. Example, when a coin is tossed, getting head is a sample point. When 2 dice are thrown, getting 2, 3 is a sample point. അതായത് ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഇൻഡീകമ്പോസിബിൾ ഔട്ട്കം അതിനെയാണ് നമ്മൾ സാമ്പിൾ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇപ്പം കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഗെറ്റിംഗ് എ ഹെഡ് ഒരു സാമ്പിൾ പോയിൻ്റാണ്. അതായത് ഹെഡ് എന്തായാലും കിട്ടും, അത് നമുക്കറിയാം. അതെന്തായാലും സംഭവിക്കുകയും ചെയ്യും. സോ ടോട്ടൽ ഔട്ട്കമ്മിൽ ഈ ഔട്ട്കം എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. എന്തായാലും സംഭവിക്കും, പക്ഷെ നമുക്ക് എപ്പോൾ സംഭവിക്കുമെന്ന് മാത്രം പറയാൻ കഴിയില്ല. സോ അതുകൊണ്ട് നമുക്ക് തന്നെ പറയാം ഗെറ്റിംഗ് എ ഹെഡ് ഓർ ടെയിൽ ഇൻ എ റാൻഡം എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റ്. അത് ഒരു സാമ്പിൾ പോയിൻ്റാണ്. വെൻ 2 dice are thrown, getting 2, 3 is a sample point. ഇപ്പം ഒരു ഡൈ എറിയുമ്പം ഇപ്പം 1 എന്ന് പറയുന്ന നമ്പർ കിട്ടാനുള്ളത് അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നു, ഇതൊരു സാമ്പിൾ പോയിൻ്റാണ്. ഇനി 3 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടുന്നു, ഇത് അഗൈൻ ഒരു സാമ്പിൾ പോയിൻ്റ്. ഇനി 2 ഡൈസ് എറിയുന്നു, ആ സമയത്ത് ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ട് 2, 3 എന്നാണ്. അതിൻ്റെ അർത്ഥം 2 ഡൈസ്
ഒരേ തവണ അല്ലെങ്കിൽ ഒരുമിച്ചെറിയുന്ന സമയത്ത് ഒന്നിന് ആദ്യത്തേന് 2 കിട്ടുന്നു, രണ്ടാമത്തേന് 3 കിട്ടുന്നു. സോ ഇതും എന്താണ്, ഒരു സാമ്പിൾ പോയിൻ്റാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു.